ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങ മോര് കറിയാണ്. വളരെ ഈസിയായി വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യാൻ നമുക്ക് നോക്കാം. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ എടുത്തിരിക്കുന്നത് 1/2 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കുരു എല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തതിൽ കുക്കർ എടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്കറിലിട്ട് വിസിലടിച്ചെടുക്കാം. കുമ്പളങ്ങ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കൊപ്പലി അതിനുശേഷം നമുക്ക് 1 വിസിലടിച്ചെടുക്കാം. കുമ്പളങ്ങ അരപ്പ തയ്യാറാക്കിയെടുക്കാം. 1 തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ഉള്ളിൻ്റെ ഹാഫ്, അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിതിൽ ഓപ്ഷനിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുമ്പളങ്ങ വിസിലടിച്ചായിരിക്കണം. വെച്ചിരിക്കുന്ന അരപ്പ ഇതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അരപ്പയുടെ കുറച്ച് വെള്ളമാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ചെറിയൊരു തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് തിളയ്ക്കട്ടെ. മോരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തൊന്ന് എടുക്കാം. ഇതുപോലെ ചെറുതായി ഒന്ന് തിള വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ്. തിളച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് മോര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്ലിമ്മിൽ വെച്ചാൽ തന്നെ മതി. മോര് ഒരിക്കലും തിളയ്ക്കരുത്. ചെറിയൊരു ചൂടിൽ മാത്രമായിരിക്കണം ഇത് വേകേണ്ടത്. ചെറിയൊരു ചൂടായതിന് ശേഷം തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറുതായിട്ടൊന്ന് കടുക് തളിച്ചെടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇരിക്കുകയാണ്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 വറ്റൽമുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നടത്തിന് ശേഷം ലാസ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു 2 മിനിറ്റ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുമ്പളങ്ങ കറി റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണേ. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.